എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഒരു കറണ്ട് അപ്ഡേറ്റിന് ഞങ്ങളുടെ കുട്ടിയുടെ കറണ്ട് അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച മലങ്കരയിലുണ്ടായ സംഭവം ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു കറണ്ട് അപ്ഡേറ്റ് ആണ്. അവർ ലാസ്റ്റായിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവർ ഡ്രസ്സിങ് ചെയ്തിട്ട് എന്താ സ്റ്റേറ്റസ് എന്ന് പറയാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ഡിസ്ചാർജ് ചെയ്തില്ല, അതുകൊണ്ട് അവിടെ തന്നെ 21-ാം തീയതി നടന്നു. അപ്പോൾ 23-ാം തീയതിയാണ് ഇവർ തുറന്നു നോക്കിയത്, കുട്ടിയുടെ കൈ തുറന്നു നോക്കി സർജൻ വന്നിട്ട്. ഞാനായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സംഭവം കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറിച്ചില്ലായിരുന്നു, കാരണം അതിന്റെ അകത്തേക്ക് അലോ ചെയ്യില്ലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയ തൊട്ടിട്ട് ഫുൾ ഡ്രാമയായിരുന്നു നടന്നത്. എല്ലാവരും നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തൊരു ഡ്രാമ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അവർക്കത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്നതും വെയിറ്റ് ചെയ്തതും ഒക്കെ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് അത് കട്ട് ചെയ്ത് കണ്ടതിന് ശേഷം ഞാൻ ഫസ്റ്റ് കണ്ടു ഇവിടെ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയാൻ പറ്റില്ല, ബ്ലഡ് ക്ലോട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്കിന്നിന്റെ സെയിം കളർ തന്നെയാണ്, സ്റ്റിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കണ്ട അവര് സെയിം കളർ എന്ന് പറയില്ല, ചെറുതായിട്ട് എന്നാലും ബ്ലഡ് ഫ്ലോ ചെറുതായിട്ടുണ്ട്. നെയിലിന്റെ അവിടെ കുറച്ച് ബ്ലാക്ക് ആയിട്ടോ, ബ്ലാക്ക് ബ്ലഡ് ക്ലോട്ട് ആയിട്ട്. പിന്നെ നമ്മൾ മുറിഞ്ഞു പോയ പീസ് അങ്ങനെ വെച്ചിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ എന്താണ് പ്രോസസ് അവർ ചെയ്തത് നമുക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവർ നീഡിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇത്രയും ഭാഗം നീഡിൽ പുറത്തോട്ട് നിൽക്കണം. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ജെല്ല് മരുന്ന് എന്തോ തേച്ചിട്ട് വീണ്ടും ഡ്രസ് ചെയ്തു, കുഞ്ഞിനെ തന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും പറഞ്ഞത് അവർക്ക് ഇനിയും ടൈം വേണം, ഇതെന്താ ഏതാന്ന് പറയാന്നുള്ളതാണ്. ഇനിയും 6 days 8 days വേണം. ഡോക്ടർ വിജയ് ആണ് ഇത് ചെയ്തത്. ഇതേ പ്ലാസ്റ്റിക് സർജൻ, മലങ്കര ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജൻ ആണെന്നാണ് പറഞ്ഞത്. ആള് ഞങ്ങളോട് വീണ്ടും പറഞ്ഞത് ഇനിയും 8 days കൂടെ വേണം, എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയാന്നുള്ളതാണ്. അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയുന്നു പറഞ്ഞ ആള് വീണ്ടും നമ്മളെടുത്ത് ചോദിക്കേണ്ടത് 8 days കൂടെ വേണമെന്നാണ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്ത് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അന്ന് നൈറ്റ് നമ്മൾ ഡിസ്ചാർജ് മേടിച്ചു. പക്ഷേ നമുക്ക് 2 ദിവസം മുന്നേ ഡിസ്ചാർജ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇറങ്ങിയത് ഇത് സംഭവം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങിയത് നൈറ്റ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, വേറെ ഹോസ്പിറ്റൽ. പിന്നെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഞങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. ഇവർ എന്താ ചെയ്തേക്കണം ഒന്നും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. മെയിനായിട്ട് റീസൺ ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്താണ് ബോണിൽ വെച്ചിട്ടാണോ ചെയ്തേക്കണം, എങ്ങനെയാണ് ചെയ്തേക്കണം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ച് ശരി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ് വിദ്യാർത്ഥിയുടെ ഏതാണ് ഹോസ്പിറ്റൽ, കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റൽ സറൗണ്ടിംഗ് എന്ന് ചോദിച്ചപ്പോൾ എലൈറ്റ് മിഷനാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത്. തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ. ശരി, ഞങ്ങൾ അവിടേക്ക് നെക്സ്റ്റ് ഡേ ബുക്ക് ചെയ്ത് രാവിലെ തന്നെ ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ ഈ പ്ലാസ്റ്റർ ഇട്ടുണ്ടാകുന്ന കയ്യിലിട്ടുണ്ടാകുന്ന എല്ലാം റിമൂവ് ചെയ്തിട്ട് അവർ നോക്കി. കുട്ടി ഞാൻ ചെയ്യും ഭയങ്കര കരച്ചിൽ. ഞങ്ങൾക്ക് അത് കണ്ടിട്ട് സഹിക്കണ്ടേ, ഞങ്ങൾക്ക് നെഞ്ഞു പൊട്ടിടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കുട്ടിക്ക് എത്ര വേദന ഉണ്ടെന്ന്. പിന്നെ അഴിച്ചിട്ട് കാണുമ്പോൾ നമ്മൾ മലങ്കര ഹോസ്പിറ്റലിൽ നിന്ന് അഴിച്ചിട്ട് കണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോൾ അത് അഴിച്ച് കണ്ടത്. നമുക്ക് പറയാം ബ്ലാക്ക് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ വലിയ ഹോപ്പ് വെക്കരുതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നല്ല എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പിറ്റേ ദിവസം ഇവിടെ എത്തിയതിനു ശേഷം ആ ഡോക്ടർ അഴിക്കുമ്പോൾ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് നെയിൽസിന്റെ കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുണ്ടാകുന്നുള്ളൂ. പിന്നെ ഈ കളറും കൂടി ചെറിയ തോതിൽ ചേഞ്ച് ആയി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർമാർ ഞങ്ങള് ചോദിച്ച് പിന്നെ പറയണത് 50-50 അവർക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റണില്ല. അവർ 50-50 മേ ബി ഗോഡ് സേക്ക് അത് ശരിയാവാണ്ടിരിക്കാം. അപ്പൊ അതെന്താ വെച്ചാൽ അങ്ങനെ ശരിയായില്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ശരിയാവുകയാണെന്ന് വെച്ചെങ്കിൽ ഏതൊക്കെ ഡെഡ് സെൽസോ അതിന് മാത്രം റിമൂവ് ചെയ്തിട്ട് ബാക്കിയെല്ലാം അവിടെ വെക്കാന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഏതായാലും ഞങ്ങൾക്ക് ശരിയായാൽ മതി എന്നുള്ള ഹോപ്പ് ഞങ്ങൾക്കുള്ളത്. ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ശരിയായില്ലെങ്കിലാണ് പിന്നെ ഞങ്ങൾക്ക് പ്രശ്നം. അപ്പൊ കുട്ടിയുടെ ഭാവി കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനിയാണ്. പക്ഷെ അത് വെനസ്ഡേ വരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്ടൊന്നും പറയാൻ പറ്റില്ല. സോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ വീഡിയോ എന്തിനാ എടുക്കണമെങ്കിൽ വേറൊരു അപ്ഡേറ്റ് വേണം. ഇതില്ലാണ്ട് ഇങ്ങനെ ഈ സംഭവം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കുട്ടി അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങളാണ്. അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും രാത്രി 9:30 വരെയും ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. കാരണം ആ പ്ലാസ്റ്റർ അഴിയുന്നു, നമ്മൾ വീണ്ടും പോകുന്നു, വീണ്ടും ഡ്രസ് ചെയ്യുന്നു. കുട്ടി ഇങ്ങനെ കൈ വെച്ചിട്ട് കളിക്കണ കാരണം കയ്യിൽ നിന്ന് റിമൂവ് ആയി പോവുകയാണ്. അത് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. എന്നാൽ ടൈറ്റായിട്ട് കെട്ടാൻ പറ്റില്ല. ടൈറ്റായിട്ട് കെട്ടി കഴിഞ്ഞാൽ അത് ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സോ അത് നല്ല ഒരു ഇതിലാണ് കെട്ടി വെച്ചേക്കണത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാവിലെ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് ഒരു 5 മണിയാകുമ്പോൾ റിട്ടേൺ വന്നു. തിരിച്ചും കുട്ടിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞു പോയി, തിരിച്ചും ഹോസ്പിറ്റലിൽ പോയി. ഇതന്നെ ഞങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ കുട്ടി ഉണ്ടായി എന്നുള്ള ഹാപ്പി ആയിട്ട് മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അടുത്തുള്ള ക്ലിനിക്കിലൊന്നും ഇവർ ഇത് എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ റിസ്ക് ആണ്. ഇത് ചെറിയ കുട്ടിയാണ്, ഒരു 10 days ആയിട്ടുള്ള 9 days ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആവുമോ നോക്കണം. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് പിന്നെ ഒരു ഇഷ്യൂ ആവും. അത് അവർക്കും അറിയാം. അത് തന്നെ ആ റിസ്ക് ആയ കാരണം നമുക്ക് ക്ലിനിക്കിലോ നമ്മൾ വേറെ ഹോസ്പിറ്റലൊക്കെ പോകുന്ന നോക്കി അവരാരും നമ്മളെ കുട്ടിക്ക് ഡ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്കില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. അത് കാരണം നമ്മൾ വീണ്ടും തിരിച്ച് മലങ്കര തന്നെ പോയിട്ടാണ് ഡ്രസ് ചെയ്തത് ഇന്നലെ നൈറ്റ്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ മാഞ്ഞു പോരുത്. പിന്നെ ഞങ്ങൾക്ക് ഒരു സോഴ്സില്ല, ഗവൺമെന്റ് ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് ഇത് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ ശരിയാവണം എന്നുള്ളത്. അങ്ങനെ ശരിയായി ഇല്ലെങ്കിൽ സപ്പോസ് ഒരു 50% പറയണം. അങ്ങനെ ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മീഡിയയുടെ സപ്പോർട്ടെങ്കിലും വേണം ഇത് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഫർദർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് സജഷൻ എങ്കിലും ഞങ്ങൾക്ക് ഈ വീഡിയോസിന് താഴെ കിട്ടുമെന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇനിയൊരു കാര്യമുണ്ട്, പ്ലാസ്റ്റിക് സർജറി ആരാണ് എവിടെയാണ് നന്നായി ചെയ്യണത് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ അതും കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് ഈ തൃശ്ശൂരാണ്, അവര് കുഴപ്പമില്ല, ഈ തൃശ്ശൂർ നല്ല നമുക്ക് മോളെ കൊണ്ട് എവിടെ പോയിട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, മോളെ കൈ ശരിയാൽ മതി, നമുക്ക് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, ഒന്ന് പറഞ്ഞു തരാൻ ചെയ്യാൻ അത് വലിയ ഉപകാരം. ഞങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ ഒരു ഗംഗ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൺഡേ ആണ് തിരിച്ചും പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ആവുള്ളൂ, അന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ 6 hours നിങ്ങൾ ഇവിടെ എത്തുകയായിരുന്നെങ്കിൽ ഞങ്ങൾ 100% ഉറപ്പ് തന്ന് നിങ്ങൾക്ക് ഇത് കൈ ശരിയാക്കി തന്നിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള ഇവരുടെ ഒരു ഹോസ്പിറ്റലുകാരുടെ ഒരു ഡ്രാമ തന്നെ പറയണം. ആ ഡ്രാമ കാരണം ടൈം ഒന്നാമത് സിസ്റ്റേഴ്സ് ഈ സംഭവം ഞങ്ങളെ അറിയിക്കാൻ ലേറ്റ് ആയത് 3 മണിക്കൂർ. അത് കഴിഞ്ഞ് ഇവരുടെ ആർഗ്യുമെന്റ്സ് കഴിഞ്ഞ് കുട്ടീനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും 6 hours അല്ല 7 hours ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം പോയി. അവർക്ക് പണി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടി, ഒരു പണി അറിയാണ്ട് വെറുതെ ഒരു സർജനെ വെച്ചിട്ട് ചെയ്തതാണോ പ്ലാസ്റ്റിക് സർജൻ ആണോ എന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ല. അതാണ് ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അതവർക്ക് റിമൂവ് ചെയ്ത് നോക്കിയാലാണ് എന്താ ചെയ്തേക്കണം, എങ്ങനെ ചെയ്തേക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ടോട്ടലി ഡിപ്രസ്ഡ് ആണ്. അതെങ്ങനെ ഞങ്ങൾക്ക് ഈ വീഡിയോ കൂടെ ഒന്നും അറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ഇത് എടുക്കുന്നത് ഞങ്ങളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണത്. അതാണ് എല്ലാം ശരിയായാൽ മതിയായിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ചെയ്യാത്തൊരു കുഞ്ഞ് കിടന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ വേദനയ്ക്ക് അതിനെങ്കിലും നമുക്ക് മറുപടി കിട്ടണം, അതിനൊരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അത് കരയുമ്പോൾ സൈക്കിള് നമുക്ക് സത്യം പറഞ്ഞ സൈക്കിള് നമ്മളിങ്ങനെ ഒരു 5 6 ദിവസമായ കുട്ടി ഇങ്ങനെ കിടന്നിങ്ങനെ കരയുമ്പോൾ അത് പാരന്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറെ കാര്യങ്ങൾ. അത് ഭയങ്കര അത് ഉണ്ടായാലേ അറിയുള്ളൂ. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ഒക്കെ എന്തിനാ മരുണ്ടാക്കണത്, ഇത് ഒരു സേഫ്റ്റിക്കാണ്. ഞങ്ങൾ ആദ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊന്നും ആടുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ മീഡിയയിൽ അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസം വന്നു, ഇത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആരെങ്കിലും വരും. കുറെ പേര് മീഡിയയിൽ അറിയിച്ച കാരണം സംസാരിക്കുമ്പോൾ പോലും പലരും നോക്കി നിൽക്കുക, ആരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊന്നും വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ കുട്ടിയുടെ ഗ്രാൻഡ് പാരന്റ്സും വേറെ ആരും തന്നെ ഇതിൽ ഇടപെട്ടിട്ടില്ല. പുറത്തുനിന്ന് ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ അവിടെ കണ്ടു നിൽക്കുന്ന പലരും ആരും തന്നെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങൾ മാത്രം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പിന്നെ പറയാനേ പറ്റുള്ളൂ, അയ്യോ ഇങ്ങനെ ഉണ്ടായല്ലോ, സിമ്പതിയും സങ്കടങ്ങളും മാത്രം. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആവശ്യം ഒരു കാര്യമില്ല. ഞങ്ങളുടെ മോൾക്ക് അത് കൊടുക്കണം ഞങ്ങൾ ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല. സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഈ സംഭവം. ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ശരിയായി കിട്ടണം, അത് സപ്പോർട്ട് വേണം. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ഇല്ലാണ്ടായ അത് ഭയങ്കര ട്രബിളായി മാറും ഞങ്ങൾക്കറിയാം. സോ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവർ 3 ദിവസം നെക്സ്റ്റ് വെഡ്നസ്ഡേ അവർ പറഞ്ഞിട്ടുണ്ട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ ഒരു 6-7 പേരുണ്ടാവും ഇത്ര നമ്മളെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള ഡോക്ടേഴ്സ്. സോ അവരെല്ലാവരും കമ്പനി ആയിട്ടാണ് അത്ര ചെയ്യുക, ടീം വർക്ക് അത്ര. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്. അത് നന്നായാൽ മതിയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അത് ശരിയാവുമെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹാപ്പി ആവുന്നു. ആ ഒരു ഹോപ്പില് പോകണം. 6 ദിവസത്തിന് വേണ്ടിയിട്ടും കൂടി ഒരു എന്താ പറയാ, അതും കൂടി ഉള്ളു. ഇനി ലാസ്റ്റ് നമുക്കൊരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ വെൻസ്ഡേ നമുക്ക് അറിയാൻ പറ്റും ഇനി ഫൈനൽ എന്താണ്, ഇനി എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയാം. അതിന്റെ ഒരു നീഡിൽ നടുക്കിൽ വെച്ചിട്ടുണ്ട്. ആ നീഡിൽ ചിലപ്പോൾ എടുക്കണ്ടാവും, അത് എടുക്കുമോ ഇല്ലേ എന്നുള്ളത് വെനസ്ഡേ പറയും. എത്ര ദൂരം അത് ശരിയായിട്ട് ബ്ലഡ് ഫ്ലോ വന്നിട്ടുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും വെനസ്ഡേ പറയാന്ന് പറഞ്ഞേക്കണം. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള ഫർദർ ആക്ഷൻസ് എടുക്കുക. നമുക്ക് ഒരുപാട് കോൾസും മോളെ പറ്റി അന്വേഷിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, മെസ്സേജൊക്കെ അയക്കും. നമുക്കിപ്പോൾ നമ്മളത് അറിഞ്ഞ കാരണം നമുക്ക് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ആസ് എ പാരന്റ്സ് ഞങ്ങൾ ഒട്ടും ഓക്കെ അല്ല, മെന്റലി ഒട്ടും ഓക്കെ അല്ല. ഞങ്ങൾ അത്രയും സന്തോഷമായിട്ട് വീട്ടിൽ വരേണ്ട ആൾക്കാരായിരുന്നു. അത് പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോഴുള്ള ഒരു അവസ്ഥ, അയ്യോ വീട്ടിൽ വന്ന് കയറുമ്പോഴൊരു അവസ്ഥ, ആർക്കും ഒരു എന്താ പറയാ, എന്തോ നടന്നു. ഡിപ്രസ്ഡ് ആയിട്ട് ആരും മിണ്ടാണ്ടും ചിരിക്കാണ്ടും ഒന്നുമില്ല. കുട്ടിയുടെ അടുത്ത് പോലും ഞങ്ങൾക്ക് കുട്ടിയുടെ അടുത്ത് വരുമ്പോൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അങ്ങനെ ചിരിച്ചിട്ടാവും. പിന്നെ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്ത് അതിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ, പേടിയാവുകയാണ്. അത് കാണുമ്പോൾ ഭയങ്കര പേടിയാവുകയാണ്. എന്തെങ്കിലും അയ്യോ അതെങ്ങനെ പറഞ്ഞു കഴിക്കുന്ന ആ ഫീലിംഗ് ആണ്. അത് ശരിക്കുള്ള ഇന്നർ ഫീലിംഗ് ആണ്. ഞങ്ങളിപ്പോൾ സ്ട്രോങ് ആയി പറ്റും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മൈൻഡിൽ പറഞ്ഞ് ഇതാക്കുക. എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് കണ്ടിരുന്ന് ഞങ്ങൾ കരഞ്ഞു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവും പറഞ്ഞിട്ട് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഒന്ന് സ്ട്രോങ് ആവണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി ഇതിനെ എങ്ങനെയും റെക്ടിഫൈ ചെയ്യണം, ഈ പ്രോബ്ലം എങ്ങനെയും റെക്ടിഫൈ ചെയ്യണം, കുട്ടിയുടെ കൈ എങ്ങനെയും ശരിയാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൂ. മോൾക്ക് വേണ്ട ജസ്റ്റിസ് നമുക്ക് കിട്ടിയേ പറ്റൂ. കാരണം നമുക്ക് വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, കുട്ടിയുടെ കൈ ശരിയാവണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ബുധനാഴ്ച വരെയാണ് നമുക്ക് സമയമുള്ളത്. ആ സമയത്തിന് വരെ നിങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. പിന്നെ ഇനിയൊരു സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് സർജറി ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റൽ എന്തായാലും സജസ്റ്റ് ചെയ്യണോട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. നമുക്ക് അവിടേക്കും കൂടി ചോദിക്കാം. കാരണം വെൻസ്ഡേ കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ടാവും. അപ്പൊ എവിടെയാണ് ട്രീറ്റ്മെന്റ് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ശരി, ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പറയുള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ലോട്ട് ഫോർ ദ മീഡിയ. താങ്ക് യു.